ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കാം. പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് കിച്ചണൊക്കെ ഒതുക്കിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരി കുക്കറിലേക്ക് ഇടുന്നുണ്ട്. റൈസ് കുക്കറിൽ രാത്രി തന്നെ അരി ഇടണമെന്നില്ല, രാവിലെ എണീറ്റിട്ടാലും മതി എന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിന് ഞാൻ രാവിലെ എണീക്കണമല്ലോ. ഇപ്പോൾ എണീക്കുന്നത് തന്നെ 10 മണിക്കാണ്. പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അത് കഴിച്ച് വരുമ്പോഴേക്ക് മണി 11:30 ആവും. ഈ 11:30ക്ക് അരി തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 1:30 ആകുമ്പോഴത്തേക്ക് ചോറാവത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുക്കറിൽ തന്നെ ചോറങ്ങ് വെക്കുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി ഞാൻ വിചാരിക്കും ഇന്നേരം തിളപ്പിച്ച് വെച്ചിട്ട് വേണം കിടന്നുറങ്ങാനെന്ന്. പക്ഷേ പറമ്പിൽ പോയി അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഇതൊക്കെ കളിച്ച് മേഞ്ഞ് തിരിച്ചു വരുമ്പോൾ വന്ന് ചവിട്ടി തേച്ച് കഴുകി ഭക്ഷണമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഞാനൊരു വഴിയാവും. പിന്നെ എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നോ. സ്കിൻ കെയർ പോലും ഇപ്പോൾ റാൻഡമായിട്ട് വല്ല ദിവസവും അയ്യോ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ചെയ്യുന്നത്. മീനിന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ മേടിച്ചിരിക്കുന്ന കുറച്ച് വെണ്ടക്കായ ഉണ്ട്. ഇത് ഇന്നലെ ഇൻസ്റ്റാമോട്ടിൽ നിന്ന് മേടിച്ചിട്ട് ആ പാക്കറ്റ് അങ്ങനെ തന്നെ വെച്ചതാണ് കേട്ടോ. ഞാൻ മാറ്റി വെക്കാൻ നിന്നില്ല, കാരണം ഈ ഒരു പാക്കറ്റ് ഇന്ന് എടുക്കാമെന്ന് മനസ്സിലുണ്ടായിരുന്നു. വെട്ടിക്കളയാനുള്ളതൊക്കെ 2 ഭാഗത്തു നിന്ന് നല്ല നീറ്റായിട്ട് വെട്ടിയിട്ട് ഇത് കഴുകി നമുക്ക് അരിഞ്ഞ് മെഴുക്ക് പുരട്ടിയെടുക്കാം. അതാകുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്നത് എന്ത് മീനാണെങ്കിലും ഒരു വെജിറ്റബിളും റെഡി ആയിട്ടിരിക്കും, ചോറും റെഡി ആയിട്ടിരിക്കും. കടൽ ഓഫ് ദ ഡേ എടുക്കാനായിട്ട് ഇപ്പം ഞാൻ കാപ്പിയും കൊണ്ട് രാവിലെ അവിടെ പോണതേ ഇല്ല. നല്ല നട്ടമ്പറ വെയിലത്തായിരിക്കും ഇവിടെ കാപ്പി റെഡിയാവുന്നതും ഞാൻ കാപ്പി കുടിക്കുന്നതും. അവിടെ പോയി നിന്ന് അത് പഴയ പോലെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആലോചിക്കും എന്നാൽ പിന്നെ ഒരു ദിവസം വൈകുന്നേരം ഒരു ലോങ് വീഡിയോ അങ്ങോട്ട് ചെയ്തിട്ട് സൺസെറ്റ് അങ്ങ് കാണിക്കാമെന്ന്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ഈ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇതിന് രണ്ടിനും ചോറ് കൊടുത്ത് ഞാനും ചോറ് കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഈ ലോകത്തില്ലാത്ത സകല വർത്തമാനവും പറഞ്ഞ് 3-3:30 ഉറങ്ങാനായിട്ട്. പിന്നെ കണ്ണ് തുറക്കുന്നത് 6:30-7 മണിക്കാണ്. അങ്ങനെ സൺസെറ്റും പോയി കിട്ടും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ തുടങ്ങിയ പിന്നെ സമയം, തീയതി, ഈവൻ ഡേ പോലും മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ എന്നൊന്നും പോലും ഓർമ്മയില്ല. ഈ ഒരു ഓയിൽ ബോട്ടിലിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. കഴിഞ്ഞൊരു ഷോർട്സ് വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഈ ബോട്ടിൽ എനിക്ക് കിട്ടിയില്ല. പക്ഷേ വെരി സിമിലർ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരുന്നത്. ഞാൻ നോക്കട്ടെ ഏട്ടാ, ഉണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. കടായി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക അങ്ങനെ അങ്ങ് എടുത്തിട്ട് കൊടുക്കാം. സവാളയൊന്നും അരിയാനായിട്ട് ഞാൻ നിന്നില്ല. വെണ്ടയ്ക്ക ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ലേശം മഞ്ഞൾപ്പൊടി, അത് വേണമെങ്കിലും മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് ചിക്കി കൂട്ടിയെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ അന്ന് പലരും കമൻറ്റ് ചെയ്തിരുന്നു വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പ് പോകാനായിട്ട് നാരങ്ങാ നീരോ വിനാഗിരിയോ ഒക്കെ ചേർത്താൽ മതിയെന്ന്. ഞാൻ അത് ഓർത്ത് വെച്ചിരുന്ന് ഒരിത്തിരി വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സാധാ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ കുറേ ചിക്കിയാൽ തന്നെ അതും പോകുന്നുള്ളൂ. വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെന്നുള്ളൊരു വ്യത്യാസം അല്ലാതെ ഈ വഴുവഴുപ്പ് പെട്ടെന്ന് മാറുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അല്ലാണ്ട് ഞാൻ ചിക്കിയിരുന്നാലും ഈ ഒരു സമയമായേനെ വഴുവഴുപ്പ് മാറിക്കിട്ടാനായിട്ട്. വഴുവഴുപ്പ് മൊത്തം വഴുവഴുവായി. മൊത്തം മാറിക്കഴിഞ്ഞപ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ചതച്ചമുളകും കൂടി ഇട്ട് അങ്ങനെ അങ്ങ് അടച്ച് വെച്ചു. ഈ കറുമുറ ഇരിക്കുന്നതാണ് നല്ലത്, ഒത്തിരി വെന്ത് മാണ്ട് പോകുന്നതിനേക്കാളും. കണവയാണ് കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഷാൻജിയോ ചേട്ടൻ്റെ നല്ല റോസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. എൻ്റെ കൈവിരലിലെ കിഡ്നി വിരലിനോളം വലിപ്പത്തിലുള്ള കണവ. ഇത് ഞാനിനി എപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കാനാണെന്ന് ആലോചിച്ചിട്ട് എന്തായാലും അയില ഞാൻ ഇന്ന് എടുക്കുന്നില്ല, കട്ട് ചെയ്ത് വെക്കുന്നുമില്ല. ഇപ്പോൾ തന്നെ സമയം ഏതാണ്ട് 11 മണിയൊക്കെ അടുപ്പിച്ച് ആവാറായിട്ടുണ്ട്. ഈ കണവയെല്ലാം കൂടെ ഞാൻ വൃത്തിയാക്കി വരുമ്പോൾ തന്നെ ഇന്നിപ്പോൾ മിക്കവാറും ലഞ്ച് കഴിക്കാൻ 2 മണിയാവും. അപ്പോൾ അയില അങ്ങനെയും ഞാനെടുത്ത് കുറച്ച് വെള്ളം ഇട്ട് ഫ്രിഡ്ജിലേക്ക് കൊണ്ട് വെക്കുന്നതിൻ്റെ ഇടയിലാണ് മതിലിലെ പുതിയ പാട് ഞാൻ ശ്രദ്ധിച്ചത്. കുറച്ച് നേരത്തെ കയ്യിലൊരു ക്രയോൺ ഇരുന്നപ്പോൾ ഞാൻ കുക്കുവിനോട് പറഞ്ഞതാണ് എങ്ങനെയും വാങ്ങിച്ച് വെക്കണേന്ന്. അത് ഇവിടെ വരെയായി. ക്രയോൺ മൊത്തം തീർന്നു, താഴെ കുറച്ച് പൊടി മാത്രമേ കിടപ്പുള്ളൂ. ഇതാണ് കണവയുടെ സൈസ്. അതിൻ്റെ അകത്ത് ഒരു 4-5 ചെമ്മീനും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ വറുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് കണവ എന്തായാലും ഞാൻ വറുക്കും. കണവ വറുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണവ ഏറ്റവും കൂടുതൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടം വറുത്ത് കഴിക്കുന്നതാണ്. ഇവിടെ മമ്മി ചെയ്താണ് ഞാൻ ആദ്യം കാണുന്നത്. അമ്മയും വല്യമ്മച്ചിയും ഒന്നും കണവ വറുക്കാറേ ഇല്ല, പൊട്ടിത്തെറിക്കും. അതുണ്ട്, നമ്മൾ അടച്ച് വെച്ച് വറുത്താൽ, സൂക്ഷിച്ച് വറുത്താൽ നമുക്ക് നല്ല ടേസ്റ്റിൽ വറുത്തെടുക്കാൻ പറ്റും. ഒരു ലോഡ് ഉറുമ്പും ഈച്ചയും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഒരു 1-1.5 മണിക്കൂർ ഇരുന്ന് ഇത് മുഴുവൻ വൃത്തിയാക്കിയെടുത്തു. പകുതി എടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം ബാക്കിയുള്ളത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് അരിഞ്ഞെടുക്കാൻ. കുറച്ച് നേരമെങ്കിലും മാരിനേറ്റ് ചെയ്ത കണവ ഇരിക്കണമല്ലോ. ഇതിനിടയ്ക്ക് ഇടക്കാല ആശ്വാസമായിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാമെന്ന് എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കൈയുടെയും മേത്തെയും മണം കൊണ്ട് എനിക്ക് തന്നെ പിന്നീട് അതിന് തോന്നിയില്ല. അരി ഞാൻ ഇതിനിടയ്ക്ക് അടച്ചിട്ടിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അത് കലങ്ങിപ്പോവും. കുക്കറിൽ വേവുന്നത് കൊണ്ട് കുക്കൂനെ പിടിച്ച് കണവ അവിടെ നമ്മൾ പുറത്ത് വെച്ചില്ലേ അവിടെ നിർത്തി, അല്ലെങ്കിൽ കാക്ക അതും കുത്തിക്കൊണ്ടുപോകും. എന്നിട്ട് വന്ന് അരി അടച്ചിട്ടിട്ട് വീണ്ടും ഞാൻ പോയിരുന്നിട്ടാണ് ക്ലീൻ ചെയ്തത്. റോസ്റ്റിനായിട്ട് നമുക്ക് 2 വലിയ സവാള എടുക്കാം. അക്കോർഡിംഗ് ടു ഷാൻജിയോ ചേട്ടൻസ് റെസിപ്പി ചുവന്നുള്ളി കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്, ചെറിയുള്ളി. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയുള്ളി എടുക്കുന്നില്ല.
ഇനി കണവ റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുക്കർ എടുക്കാനുള്ള എൻ്റെ പങ്കപ്പാടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ബാക്കിലായിട്ട് കമന്നിരിക്കുന്ന ചെറിയ കുക്കറാണ് നമുക്ക് വേണ്ടത്. മീഡിയം സൈസ് കുക്കർ വേണമെന്നില്ല, കണവ ഇത്തിരിയല്ലേ ഉള്ളൂ. വലിയ കുക്കറിലാണ് നമ്മൾ ചോറ് വെച്ചത്. ഇതിൻ്റെ ലിങ്കും ഞാൻ തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല. ഈ 3 കുക്കറിൻ്റെ കോംബോ സെറ്റ് അവസാനമായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ആൾ ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മേടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ലിങ്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കയറി നിന്നിട്ട് ചെറിയ കുക്കർ എടുത്തു. അതിനും നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നതിനും. ഇതിൽ കടുകൊന്നും പൊട്ടിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയില്ലേ, അത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ അതിനകത്തിട്ട് മുരിച്ചെടുക്കണം. ഈ ബിരിയാണിയുടെ പുറത്തൊക്കെ ഇടുന്ന പരുവത്തിന് അത്രയും ബ്രൗൺ ആവണം. അപ്പോൾ എണ്ണ അങ്ങ് ചൂടായതുകൊണ്ട് അരിഞ്ഞത് അങ്ങനെ ഞാൻ വാരി കൊണ്ട് അതിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇതെല്ലാം കൂടെ ഒരുമിച്ചിടാൻ നിന്നാൽ കുക്കർ കായും. ഈ ഒരു റെസിപ്പി ഞാൻ ഇതിനു മുൻപ് ചെയ്തപ്പോഴും വെള്ളം കൂടിപ്പോയിരുന്നു. അന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓർത്തിരുന്നതാണ്, ഇനി ചെയ്യുമ്പോൾ കണവ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കത് വറ്റിച്ച് എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ എല്ലാ മസാലകൾക്കൊപ്പവുമാണ് കണവ വേവിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തിരി വാട്ടറി ആയിപ്പോയി നമ്മുടെ റോസ്റ്റ്. ഇതിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഷാൻജിയോ ചേട്ടൻ എടുക്കുന്ന അതേ മസാലക്കൂട്ടല്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് പെരുംജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. പെരുംജീരകം, കുരുമുളക്, മുഴുവൻ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഈ ഒരു റോസ്റ്റിന് വേണ്ട പൊടികളെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പം മൊത്തത്തിൽ അതല്ലാണ്ടായി. കറക്റ്റ് ആ റെസിപ്പി അല്ല കേട്ടോ. ഇപ്പോഴാണ് ഞാനും ആ സത്യം മനസ്സിലാക്കിയത്. ഇതുമായിട്ട് പകൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇത്തിരി വിനാഗിരിയും വെള്ളവും ഒഴിച്ച് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം. ഇതെന്താ സംഭവിച്ചതെന്നറിയാമോ? ഞാൻ ഒരു പകുതിയായപ്പോൾ, അതായത് ഈ പ്രോസസ്സിൻ്റെ പകുതിക്ക് വെച്ച് ഞാൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്ന മസാല വെച്ചിട്ട് കണവ റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവണം. അതാണ് ഇപ്പോൾ മസാല ഇങ്ങനെ ആയത്. ഇതാണ് ഞാൻ ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന മസാല. സവാള നല്ല മുരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് മസാല ചേർത്ത് പിന്നെ തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ കണവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം വെള്ളം ഒഴിക്കണം, ലേശം മാത്രം. ഒന്നാമത് തന്നെ കണവയിൽ നിന്ന് ഒത്തിരി വെള്ളം വരും. ഞാൻ ആ ജാറ് കഴുകി ഒത്തിരി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും അടിക്കുന്ന വരെ വേവിച്ചെടുക്കാം. വറുക്കാനായിട്ടുള്ള കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കണവ നിരത്തുന്നതിന് മുന്നേ തന്നെ അടയ്ക്കാനുള്ള പാത്രം കയ്യിലെടുത്തോണം. എണ്ണ അങ്ങോട്ട് ചൂടായി വരുന്നതിന് മുന്നേ കണവ നിരത്തി വെക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും പൊട്ടുന്നത്. ഇതിപ്പോൾ ആദ്യം സ്പേസ് ഇല്ലയെന്ന് നമുക്ക് തോന്നും, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. വാരി നിരത്തി അങ്ങ് വെച്ചോ. ഇത്തിരി കഴിയുമ്പോൾ ഓരോ വശം മുരിയുമ്പോഴത്തേക്ക് അതങ്ങ് ചുരുങ്ങും. കണവ ഫ്രൈ ചെയ്യാനും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് കഴുകാനുള്ള പാത്രങ്ങൾ നമുക്കങ്ങ് കഴുകി മാറ്റാം. ഇപ്പോൾ ചോപ്പിംഗ് ബോർഡും ജാറും പിന്നെ ഈ ഒരു ബൗളേ ഉള്ളൂ. വറുക്കാനുള്ള കണവ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കറിച്ചിട്ട് അങ്ങനെ തന്നെ കൊണ്ട് കഴുകി വെച്ചിരുന്നു. ആ ഒരു ബ്ലാക്ക് ചട്ടിയില്ലേ, അത് കഴിഞ്ഞ ദിവസം ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ട് സാധനം വരാനായിട്ട് 1 മണിക്കൂർ ലേറ്റായി. അതിൻ്റെ പേരിൽ സൊമാറ്റോ എനിക്ക് 500 രൂപ റീഫണ്ടും തന്നു. ആ ചട്ടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അത് കഴിച്ച് തീർത്തതാണെങ്കിൽ 3 നേരമായിട്ടാണ്. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലഞ്ച് റെഡിയായി. ചോറ്, കണവ റോസ്റ്റ്, കണവ ഫ്രൈ, പിന്നെ വെണ്ടക്ക മെഴുക്ക് വരട്ടിയത്. പിള്ളേർക്കായിട്ടും ഓരോ രസവും ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം ഒത്തിരി വൈകിയതുകൊണ്ട് ലേശം കണവ റോസ്റ്റിൻ്റെ ചാറൊഴിച്ച് ഫ്രൈ ചെയ്ത കണവയും വെണ്ടയ്ക്കൊക്കെ ആയിട്ട് 2 പേർക്കും കൂടെ ചോറ് വാരി കൊടുത്തു. ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പുതുതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഓരോ ചെറിയ ഭാഗങ്ങൾ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഉപയോഗിച്ചിരിക്കുന്ന കിച്ചൺ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.